അപ്പോൾ ഗൈസ് സ്കൂൾ വിട്ട് വന്നതും വീഡിയോ എടുക്കാൻ വന്നാണ്. കുറേ ക്യൂട്ട്നെസ് ഇട്ട് വരപ്പിക്കുകയാണ്. പിന്നെ അച്ഛൻ സോയാബീൻ വെള്ളത്തിലിടാൻ പറഞ്ഞു. അങ്ങനെ വലിയ സോയാബീനാണ്. അങ്ങനെ കാല് പോയി കാല് കുറച്ച് ചമ്പടെ ഇതിനെന്താ പറയുക, തോടിനാണ് പറയണേ. അങ്ങനെ നനച്ച് ഞാൻ വീട്ടിലോട്ട് മടങ്ങി ഇങ്ങനെ നടന്ന് വരിക. അങ്ങനെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു പട്ടീനെ വേർപ്പിക്കുകയാണ്. ഇനി ഇതിന് നിങ്ങളുടെ അവിടെ എന്താ പറയുക, ഇവിടെ പാളാന്ന് അങ്ങനെ എന്തോ പറയാം, എനിക്ക് നേരെ അറിയില്ല, എന്താ പറയുക കമൻറ്റ് ചെയ്യണം. പിന്നെ മിഠായി ഉണ്ടായിരുന്നു, ഞാൻ മിഠായി കഴിച്ചു. ഈ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ ഞാൻ മിഠായി കഴിക്കുമായിരുന്നേ. പിന്നെ ഒരു മൾബറി നിൽക്കണ്ടായിരുന്നു, അതിന് കൈയോടെ പറിച്ചു. പിന്നെ ഞാൻ കഴിച്ചു. പിന്നെ അച്ഛമ്മ മലയ്ക്ക് പോയിരിക്കുക. അപ്പോൾ വിളക്ക് കൊളുത്തണമായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി തീപ്പെട്ടിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഈ സാമ്പ്രാണിയൊക്കെ കത്തിച്ചു, അതിൻ്റെ പുക നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ഞാൻ തൊഴുതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആകാശം ഒരു പ്രത്യേകതര കളറാണ്, നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ. ഈ കളറല്ല, വേറൊരു തരം കളറാണ്. 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. ഇവിടെ അത്യാവശ്യം കൊതുകുണ്ട്. പിന്നെ മകരവിളക്കാണ്, അതുകൊണ്ട് ടി വിയിൽ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഡബ് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ വേറെന്തോ കഴിക്കാനാണെന്ന് പറഞ്ഞ് അടുക്കളയിൽ കൂടെ തുറന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്ത് തക്കാളിയാണ്. ഞാൻ അങ്ങോട്ട് നെട്ടിപ്പോയി. കളറ് നോക്കിക്കേ, അതിൻ്റെ വലിയ ഉരുണ്ട തക്കാളി. പിന്നെ സോയാബീൻ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാ. അമ്മ പാത്രം കഴുകുമായിരുന്നു, അത് കുറച്ച് നേരം നോക്കി രസിച്ച് നിന്ന്. എനിക്ക് കഴുകാനൊന്നും വയ്യ, അതുകൊണ്ടാണ് രസിച്ച് നിന്ന്. ഇന്ന് സ്കൂളിൽ ടീച്ചർ പറഞ്ഞു കൂണിപ്പടി കയറുന്നത് നല്ലതാ അങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂണിപ്പടി കയറിയും ഇറങ്ങിയും കളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ.